തജിക്കിസ്ഥാൻ്റെ പതാകയാണ്. തജിക്കിസ്ഥാൻ ബോർഡറിൽ എത്തി. കാണുന്നതാണ് തജിക്കിസ്ഥാൻ ബോർഡർ. അപ്പോൾ ഗെയ്സ്, അപ്പം നമ്മളങ്ങനെ തജിക്കിസ്ഥാൻ ബോർഡർ എത്തി. കാണുന്നതാണ് തജിക്കിസ്ഥാൻ ബോർഡർ. ഇനി ഇത് പാസ് ചെയ്യണം. അവിടുത്തെ ക്യാഷ് മാറണം. നമ്മളെ കയ്യിലുള്ള ഡോളറാണ്. അപ്പം അത് മാറുക, ഫുഡ് കഴിക്കുക, നെക്സ്റ്റ് സ്ഥലത്തേക്ക് പാസ് ചെയ്യാം ഗെയ്സ്. അപ്പം അങ്ങനെ നമ്മൾ എന്താക്കി, തജിക്കിസ്ഥാൻ ബോർഡർ നിസാർ ഫ്രം വയനാടും സുധീർ ചാവക്കാടും കടക്കുന്ന രംഗാണ് കാണുന്നത്. ഇതാണ് തജിക്കിസ്ഥാൻ ബോർഡർ. എല്ലാവരുടെയും നമുക്ക് നല്ല പേപ്പർ വർക്കെല്ലാം വളരെ ഈസി ആട്ടോ. ഇവരങ്ങനെ കളിപ്പിക്കുന്നൊന്നുമില്ല. എല്ലാവരുടെയും വണ്ടീൻ്റെ ഫീ $30 $40 അങ്ങനെ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ആളുകളാണ്, നല്ല സ്ഥലമാണ്. ഓക്കെ സുധീർ ചാവക്കാട്, നമ്മുടെ തജിക്കിസ്ഥാനിലെ ടൗണാണ് കേട്ടോ. ഏതാ രസമുള്ള ടൗൺ എന്നറിയാം. ഫ്ലവർ കൊണ്ട് മൂടിയില്ല. തജിക്കിസ്ഥാൻ പച്ചപ്പ് നിറഞ്ഞ നാട് എന്നൊക്കെ വിശേഷിപ്പിക്കാം. കണ്ടൊരു തോട്ടം പരിചയപ്പെടുത്തരാം. ഇത് ഒലീവ് തോട്ടമാണ്. ഒലിവ് കായില്ലേ, നമ്മൾ ഫസ്റ്റായിട്ട് കാണുകയാണ്. കായ് കാണിച്ചു തരാം. കേസ് നമ്മൾ സ്ട്രോബെറിയും അതേപോലെ ഒരു പ്ലം വാങ്ങാൻ വേണ്ടി നിർത്തിയാണ്. ഇതിവിടെ റോഡ് സൈഡൊക്കെ കണ്ടമാനം കിട്ടും. അങ്ങനെ കുക്കുംബർ, പിന്നെ ഉള്ളി, വെളുത്തുള്ളിയാണ്, തക്കാളി, പ്ലം, ഇത് ചെറിയാണ്, ചെറി, സ്ട്രോബെറി ചെറി. കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. ചെറിയല്ലേ ഇത്? നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് ഒരു പ്ലം, ഗോൾഡൻ കളർ പ്ലം. How much? 6 somon acá. 6 somon. Oh. Satiliş de sürdü burada. റോഡ് സൈഡായിട്ട് സംഭവം ഇവിടെ പീടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെപ്സി, കൊക്കക്കോള എല്ലാം തണുപ്പിക്കുന്നത്. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. നമ്മളെ മലവെള്ളം പോലത്തെ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണിത്.
തണുപ്പിക്കുന്നതായി കാണുന്നത്. പെപ്സി ഉണ്ട്, കോള ഉണ്ട്, പിന്നെ മോര് പോലത്തെ ഒരു സംഗതി ഉണ്ട്. മലയിൽ വെള്ളം ഇങ്ങനെ വീഴുക. ഇതാ തട്ടിലിങ്ങനെ അടുക്കി വെച്ചിന് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിന് പകരം വെറുതെ ചങ്ങായി പറഞ്ഞ മറ്റേ സൂനി പറഞ്ഞ കാരണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഡേഞ്ചർ ഭാഗത്ത് നിങ്ങൾ പോകേണ്ട കാര്യങ്ങൾ. ചെങ്കട ഇത് പിന്നെ തജിക്കിസ്ഥാനിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഫുള്ള് നല്ല ഭംഗിയുള്ള മഞ്ഞ് പോലത്തെ മലകൾ. കാണുന്ന തജിക്കിസ്ഥാനിലെ ഒരു മലയിലെ ഐസാണ്. ഇത് നാളെ ഫുള്ള് ഇതേപോലത്തെ ഐസിന് മലയാണ് കയറേണ്ടത്. കാരണം പാമർ ഹൈവേ എന്ന് പറയുന്ന ഒരു ഹൈവേ ആണ് നമുക്ക് നാളെ കവർ ചെയ്യേണ്ടത്. ഇതൊരു ടണലാട്ടോ. ഈ മലേൻ്റെ തുറന്നിട്ടുണ്ടാക്കിയൊരു ടണലായത്. നല്ല രസമുണ്ട് കാണാൻ. അതാ കാണുന്നത് ഐസ് മലയാണ്. ഐസ് 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 ഇതൊക്കെ കാണുന്ന ഐസാണ്. എത്രയോ കിലോമീറ്റർ ആണ്. ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണെന്നറിയില്ല. നമ്മൾ വണ്ടിയിൽ നോക്കാൻ മറന്നുപോയി കിലോമീറ്റർ. ഇതൊരു ടണലാണ്. ഇപ്പോൾ ടണലിനുള്ളിലൂടെയാണ് പോകുന്നത്. ഒന്നും മനസ്സിലാവില്ല. സിംഗിൾ റോഡല്ല, ഡബിൾ റോഡല്ല. ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്. ഇത് വലിയൊരു ഭയങ്കരമായിട്ടുള്ള ടണൽ. എത്രയോ കിലോമീറ്റർ ആണ് കണ്ടെന്നാണ് തോന്നുന്നത്. അല്ല അത് തീർക്കാം. ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണിത്. പിന്നെ തജിക്കിസ്ഥാനിലെ ഊട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. ഹായ് ഗൈസ്, നിസാർ ഫ്രം വയനാടാണ്. ഞങ്ങൾ തജിക്കിസ്ഥാനിൽ നിന്ന് പിന്നെ പാമർ ഹൈവേ കയറാൻ പോവുകയാണ്. നമ്മളിന്ന് ഇവിടെയാണ് ആൾട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ആൾട്ട് ചെയ്ത് പിന്നെ ഹോട്ടലാണ് ഈ കാണുന്നത്.
അപ്പോൾ ഓക്കെ, ബാക്കി വിശേഷങ്ങളും വീഡിയോ ആയിട്ട് കാണാം.